ഇന്ന് ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ആവശ്യമായ ചേരുവകൾ: ചിക്കൻ 450 ഗ്രാം, പച്ചമുളക് 4 എണ്ണം, സവാള 200 ഗ്രാം, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി 3 പീസ്, വെളുത്തുള്ളി 4 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, കോഴിമുട്ട 2 എണ്ണം, ഗരം മസാല 1.5 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ചിക്കൻ മസാല 1/2 ടേബിൾ സ്പൂൺ, പെരുംജീരകം പൊടി 1/4 ടേബിൾ സ്പൂൺ, ഉരുളക്കിഴങ്ങ് 2 എണ്ണം വലുത്, വെളിച്ചെണ്ണ 5 ടേബിൾ സ്പൂൺ, ബ്രെഡ് പൊടിച്ചത് 1 കപ്പ്. ഇനി തയ്യാറാക്കാം. പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ എല്ല് നീക്കം ചെയ്ത് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒപ്പം ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. ഇനി അടുത്ത അടുപ്പിൽ ഉരുളക്കിഴങ്ങ് തൊലിയോടുകൂടി വേവിച്ചെടുക്കുക. നന്നായി ഉടച്ച് മാറ്റി വയ്ക്കുക. വേവിച്ച ചിക്കൻ ചൂടാറിയ ശേഷം മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക. ഇനി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുക്കണം. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പെരുംജീരകപ്പൊടി, ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇനി നന്നായി അടിച്ചു വെച്ച ആ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കുക. ഇനി കോഴിമുട്ട ഉടച്ച് നന്നായി ഇളക്കി ഒരു ചെറിയ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി മിക്സ് ചെയ്ത കൂട്ടെടുത്ത് അതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി ഓരോ കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ കൈവെള്ളയിൽ അമർത്തിയെടുക്കണം. ഇനി മുട്ടയുടെ മിശ്രിതത്തിൽ മുക്കിയ ശേഷം ബ്രെഡ് പൊടിയിൽ നന്നായി പൊതിഞ്ഞെടുക്കുക. ഇങ്ങനെ എല്ലാ ഉരുളകളും കട്ട്ലറ്റിന് തയ്യാറായി കഴിയുമ്പോൾ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം ഓരോ കട്ട്ലറ്റുകളായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 വശവും നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. കട്ട്ലറ്റ് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ.